സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുടൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരീകന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. മഹാബലിയുടെയും വാമനൻ്റെയും ചരിതം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി 32ാമത്തെ ദശകം നോക്കുക. ഉപജാതി എന്ന വൃത്തമാണ്. പുരാഹയഗ്രീവമകാസുരേണ ഷഷ്ടാന്തരാന്ത്യോത്യതകാണ്ഡകൽപ്പേ നിദ്രോന്മുഖ ബ്രഹ്മമുഖോത്രിതേഷു വേദേഷ്വതിൽസക്കില മത്സ്യരൂപം. പണ്ട് ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്ത്യകാണ്ഡകൽപ്പേ, 6ാമത്തെ മന്വന്തരമാണ് ചാക്ഷുഷ മന്വന്തരം. സായംഭവനു, സാരോജിഷവനു, ഉത്തമനു, താമസമനു അങ്ങനെ പോരും. പിന്നത്തെ 5ാമത്തെയും കഴിഞ്ഞ് 6ാമത്തെയാണ് താമസമന്വന്തരം. അതിലാണ് കൂർമാവതാരവും ഉണ്ടായത്. ആ ഷഷ്ടാന്തരെ 6ാമത്തെ താമസ മന്വന്തരത്തിൽ, ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ഒടുവിൽ ഉണ്ടായത് എന്നാണ്. അത് താമസമാണ്. താമസ മന്വന്തരത്തിൽ നൈമിത്യ പ്രളയത്തിൽ ഉറങ്ങാൻ ശ്രമിക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് വേദങ്ങൾ അപഹരിക്കപ്പെട്ടപ്പോൾ നിദ്രോന്മുഖ ഉറങ്ങിക്കിടക്കുന്നതായ ബ്രഹ്മമുഖ ഉദ്ധൃതേഷു, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് അപഹരിക്കപ്പെട്ട വേദങ്ങളെ വേദേഷു ഉദിസക്കില മത്സ്യരൂപം, ആ വേദങ്ങളെ വീണ്ടെടുക്കാനായിക്കൊണ്ടാണ് മത്സ്യാവതാരം ഉണ്ടായത്. പുരാ ഹയഗ്രീവ മഹാസുരേണ, അസുരേണ അവിടെ നീട്ടണം നല്ലോണം, മഹാസുരേണ എന്നാണ് വരുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ദേവൻ എന്നർത്ഥം. മഹാസുരേണയില്ല, അസുരേണ. പുരാഹയഗ്രീവ അസുരേണ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. സുരേണ അവരത് ദേവനല്ലല്ലോ. ഹയഗ്രീവൻ അസുരനാണ്. അവനാൽ മോഷ്ടിക്കപ്പെട്ട വേദങ്ങൾ എപ്പോൾ മോഷ്ടിക്കപ്പെട്ടു? ഷഷ്ടാന്തര 6ാമത്തെ മന്വന്തരം ആയിരിക്കുന്ന താമസം കഴിഞ്ഞിട്ട്, ചാക്ഷുഷ മന്വന്തരം കഴിഞ്ഞിട്ടുള്ളതായ മന്വന്തരമാണ് താമസ മന്വന്തരം. ഷഷ്ടാന്തരാന്ത്യോദ്യതകാണ്ഡകൽപ്പേ, താമസം 5ാമത്തെ, ചാക്ഷുഷം 5ാമത്തെ, താമസം 6ാമത്തെ. ചാക്ഷുഷ മന്വന്തരമാണ്. 14 മന്വന്തരമാണ് ഇവിടെയൊക്കെ പറയണത്. ഭാഗവതായാലും നാരായണീയ 14 മന്വന്തര കഥകളാണ് പറയണത്. ഗജേന്ദ്രമോക്ഷം 4ാമത്തെ മന്വന്തരത്തിലാണ് ഉണ്ടായത്. ചാക്ഷുഷ മന്വന്തരത്തിൽ ഗജേന്ദ്രമോക്ഷം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഓരോ മന്വന്തരത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ ചിലത് വിസ്തരിച്ചിട്ട് പറയും, ചിലത് സൂചിപ്പിക്കുക മാത്രം ചെയ്യുക. ഇതാണ് മന്വന്തര വിവരണം, മന്വന്തര സമ്പ്രദായം എന്ന് പറയുന്നത്. ഇപ്പോൾ താമസ മന്വന്തരവും കഴിഞ്ഞ് തുടർന്നുള്ളതായിട്ടുള്ള മന്വന്തരത്തിൽ, ചാക്ഷുഷ മന്വന്തരത്തിൽ, താമസ മന്വന്തരത്തിൽ കൂർമാവതാരമാണ് ഉണ്ടായത്. അതിൻ്റെ മുമ്പത്തെ ചാക്ഷുഷത്തിലാണ് ശരിക്കും മത്സ്യാവതാരം. താമസത്തിലല്ല. അത് താമസ മന്വന്തരത്തിൽ ഗജേന്ദ്രമോക്ഷം എന്ന ലീലയുണ്ടായി. ചാക്ഷുഷ മന്വന്തരത്തിൽ കൂർമാവതാരം ഉണ്ടായി. താമസം എന്ന് പറഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ മന്വന്തരമാണ് ഉണ്ടാവുന്നത്. അതിലാണ് കൂർമാവതാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുക. അപ്പോൾ ചാക്ഷുഷ മന്വന്തരം 6ാമത്തെ മന്വന്തരം, അതിൽ നിദ്രോന്മുഖ ഉറങ്ങാൻ കിടക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് വേദേഷു ഹൃദയേഷു വേദം അപഹരിക്കപ്പെട്ടപ്പോൾ ത്വം മത്സ്യരൂപ ദർശിക്കില, മത്സ്യരൂപമായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അവിടുന്ന് അവതരിച്ചുവല്ലോ. വേദങ്ങളെ വീണ്ടെടുക്കാനാണ് മത്സ്യാവതാരം ഉണ്ടായത്. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്ത്യോദ്യതകാണ്ഡകൽപ്പേ നിദ്രോന്മുഖ ബ്രഹ്മമുഖോത്രിതേഷു വേദേഷ്വതിൽസക്കില മത്സ്യരൂപം. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലോ
സജ്വലിതാകൃതിത്വം അദൃശ്യത കശ്ചന ബാലമീന. വരാനിരിക്കുന്ന മത്സ്യാവതാരത്തിൻ്റെ ഒരു ട്രെയിലർ എന്ന് പറയാം ഇന്നത്തെ ഭാഷയിൽ. ശരിക്കും മത്സ്യാവതാരം പറയാൻ പോണേയുള്ളൂ. ഈ പറയുന്നത് ഒരു കയ്യിൽ ഭഗവാൻ ചെറു മത്സ്യമായി പ്രത്യക്ഷപ്പെട്ടു. അത് മത്സ്യാവതാരമല്ല. മത്സ്യമായിട്ട് കയ്യിൽ വന്നു അല്ലാതെ അത് മത്സ്യ അവതാരം ആവാൻ പോകുന്നില്ല. അത് ഇനി ആവാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഒരു പ്രാരംഭം എന്ന് പറയാം. പ്രകടനം നദീജലേ തർപ്പയത. നദീജലത്തിൽ തർപ്പണം ചെയ്യുന്നത് ആരാണ്? ദ്രമിളാദിബർത്തു. ദ്രമിള രാജ്യത്തിന് ദ്രവിഡ രാജ്യം. അതിൻ്റെ രാജാവായിരിക്കുന്ന സത്യപ്രതൻ എന്ന് പേരുള്ള ആൾ കയ്യിൽ ഗായത്രി ജപിച്ച് വെള്ളമെടുത്തതാണ്. അതിൽ കൈക്കുടന്നയിൽ സത്യപ്രതസ്യ ആരാ സത്യപ്രതൻ? ദ്രമിളാദിഭർത്തു. ഭർത്തു പറഞ്ഞാൽ അവിടെ രാജാവ്. ദ്രമിള രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന ഭർത്തൃ ആയിരിക്കുന്ന സത്യപ്രതൻ്റെ കയ്യിൽ നദീജലേ തർപ്പയതസ്തദാനീം. കൃതമാല നദിയിലാണ് ഈ തർപ്പണം ചെയ്തത്. ഏകതാ കൃതമാലായാം കുറുവതോ ജലതർപ്പണം ഭാഗവതം. ജലതർപ്പണം ചെയ്യുമ്പോൾ തസ്യാഞ്ജലുദകേ കാചിത് ശബര്യേക അഭ്യബദ്ധത. ശബരി മത്സ്യം, ഒരു മത്സ്യമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പരീക്ഷിത ശുഗമഹർഷിയോട് പറയണം. നദീജലേ തർപ്പയതസ്തദാനീം. കരാഞ്ജലോ, രണ്ട് കൈയും കൂട്ടിച്ചേർത്തിട്ടാണല്ലോ വെള്ളം എടുക്കുക. അതിൽ എടുത്തപ്പോൾ സത്യഞ്ജലിതാകൃതി, മിന്നി തിളങ്ങുന്ന ആകൃതിയുള്ള ഒരു ചെറിയ മത്സ്യമായിട്ട്, ചെറു മത്സ്യം. സഞ്ജ്വലിതാകൃതി, ജ്വലിതാകൃതി പ്രകാശിക്കുന്ന ഒരു അസാധാരണ തേജസ്സോ മിന്നലോ ആ മത്സ്യത്തിന് തോന്നി. സാധാരണ ഒരു മത്സ്യമല്ല. സജ്വലിത, ജ്വലിക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന ഒരു മത്സ്യം. സ്വർണത്തിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. വെട്ടിങ്ങനെ തിളങ്ങുക, ഏതെങ്കിലും ലോഹമാണല്ലോ തിളങ്ങുക. ആകൃതിത്വം, ആ ആകൃതിയോടുകൂടി അങ്ങ്, ത്വം എന്ന് അവിടെയാണ് ചേർക്കേണ്ടത്. അദൃശ്യത, കാണപ്പെട്ടു. കാണപ്പെട്ടു ആ ചേർത്താൽ കണ്ടില്ല എന്നല്ല കേട്ടോ. സംസ്കൃതത്തിൽ ഈ ആ ചേർത്താൽ വിപരീതം ആവല്യ പല സ്ഥലത്തും, പലപ്പോഴും ആവണമെന്നില്ല. അദൃശ്യത അന്തർധാനം ചെയ്തു അല്ല, കണ്ടു തന്നെ വരിക. ആ ചേർത്താലും വിപരീതമാവില്ല. പല ക്രിയകളുണ്ട് അങ്ങനെ. അകരോത്ത്, ചെയ്തു, ആ കൊണ്ടാണ് തുടങ്ങണം. അവിടെ നെഗറ്റീവ് ആവണില്ല. അദൃശ്യത എപ്പോഴും നെഗറ്റീവ് അല്ല. കണ്ടു. കച്ചന ബാലമീന, ഒരു ചെറിയ മത്സ്യമായി കാണപ്പെട്ടു. സത്യപ്രതസ്യ ദ്രവിളാദിഭർത്തു. ദ്രവിളാദിഭർത്തു സത്യപ്രതസ്യ കരാഞ്ജലു. തർപ്പണം ചെയ്യുന്ന സത്യപ്രതൻ്റെ കയ്യിൽ നദീജലത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കെ ആരായിരുന്നു സത്യപ്രത? ദ്രമിളാദിഭർത്തു സത്യപ്രതസ്യ. ദ്രമിള രാജ്യത്തിൻ്റെ രാജാവായ കരാഞ്ജലു, കയ്യുകൂട്ടി വെള്ളമെടുത്ത അതിൽ, കൈക്കുടന്നയിൽ വെള്ളത്തിൽ സജ്വലിതാകൃതി, മിന്നിത്തിളങ്ങുന്ന കച്ചന ബാലമീന അദൃശ്യത, ഒരു ചെറിയ മത്സ്യമായിട്ട് ഗുരുവായൂരപ്പ അവിടുന്ന് ആദ്യമായിട്ട് കാണപ്പെട്ടു. ഇനി പിന്നീടാണ് മത്സ്യാവതാരം ഉണ്ടാവുന്നത്. അപ്പോൾ പറയണ്ട ഞാൻ ഇന്ന ദിവസം മത്സ്യമായി വരും. അത് പറയാൻ വേണ്ടി വന്നതാണത്, അവതാരമല്ല. പുരാഹ ഗ്രീവമഹാസുരേണ ഷട്ടാന്തരാന്ത്യോത്യതകാണ്ഡകൽപ്പേ, 6ാമത്തെ ചാക്ഷുഷമന്വന്തരത്തിൽ നിദ്രോന്മുഖ ബ്രഹ്മമുഖ ഹൃദേഷു വേദേഷു അതിൽ സക്കില മത്സ്യരൂപം. മത്സ്യാവതാരമായല്ലോ. അത് അവതാരികയാണ് ശ്ലോകം. സത്യപ്രതസ്യ ദ്രമിളാദിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലോ സഞ്ജ്വലിതാകൃതിത്വം, മിന്നിത്തിളങ്ങുന്ന ശോഭയോടുകൂടി. അദൃശ്യത കച്ചന ബാലമീന, വളരെ ഒരു ചെറു മത്സ്യമായിട്ട്. അല്ലയോ ഗുരുവായൂരപ്പ, വരാൻ പോകുന്ന മത്സ്യാവതാരത്തിൻ്റെ ഒരു മുന്നോടിയായി
അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. സത്യപ്രതത്തിൻ്റെ കരാഞ്ചലു വെള്ളമെടുത്തതായിട്ടുള്ള കൈക്കുടന്നയിൽ അങ്ങ് പ്രത്യക്ഷമായില്ലേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.